ദേശീയപാതയിൽ മൂന്നാർ ദേവികുളം റോഡിന് സമീപം മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ മണ്ണ് നീക്കം ചെയ്യുന്നത് വൈകുമെന്നറിയുന്നു. ദേശീയപാത അതോറിറ്റിയും ദേവികുളം സബ് കളക്ടറും സ്ഥലം സന്ദർശിച്ചു. മണ്ണ് പൂർണ്ണമായി നീക്കാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്ന് സബ് കളക്ടർ VM ജയകൃഷ്ണൻ പറഞ്ഞു. മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ നമുക്ക് ഈ കാലാവസ്ഥ ഒന്ന് അനുകൂലമായതിന് ശേഷമായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അത് സാധാരണ നമ്മുടെ JCB ഉപയോഗിച്ച് മാത്രം മാറ്റാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് NHAI അധികൃതർ അതിൻ്റെ എക്സ്കവേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് നമ്മൾ ആ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. അതിന് ഏകദേശം ഒരു മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി ഗതാഗത യോഗ്യമാക്കാൻ കുറഞ്ഞതൊരു ഒന്ന് രണ്ട് ദിവസമെങ്കിലും സമയമെടുക്കുമെന്നാണ് NHAI അധികൃതർ അറിയിച്ചിട്ടുള്ളത്. തൊടുപുഴയിൽ നിന്നും ലാൽ കൃഷ്ണൻ തത്സമയം ചേരുന്നു. ലാൽ കൃഷ്ണൻ, ഗുഡ് മോർണിംഗ്, പറയൂ. അപ്പോൾ ഇതാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം. ഈ സ്ഥലം നാഷണൽ ഹൈവേയിലെ ഈ സ്ഥലത്തിലെ മണ്ണിടിച്ചിൽ നീക്കാൻ താമസം ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എനിക്ക് തോന്നുന്നു ലാൽകൃഷ്ണൻ്റെ ശബ്ദം ശരിയായിട്ടുണ്ടാകും എന്ന വിശ്വാസത്തിൽ വീണ്ടും ലാൽകൃഷ്ണൻ വിളിക്കുന്നു. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ്റെ ശബ്ദം ശരിയാകുന്നില്ല എന്നാണ് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂം PCR അറിയിക്കുന്നത്. ഇപ്പോൾ റെഡിയായി. ലാൽകൃഷ്ണൻ പറയൂ, ഈ തൊടുപുഴയിൽ നിന്ന് ശബ്ദം ഇങ്ങോട്ട് വരാൻ എന്താണ് ലാൽകൃഷ്ണൻ ഇത്ര താമസം? സാങ്കേതികമായ എന്തെങ്കിലും തകരാറായിരിക്കും. എന്തായാലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എക്സ്കവേറ്റർ പോലുള്ള വലിയ സംവിധാനങ്ങൾ, അതായത് അർജുനെ രക്ഷിക്കാൻ വേണ്ടി നേരത്തെ കർണാടകയിലേക്ക് പോയ പോലെ വലിയ ഡ്രഡ്ജർ പോലുള്ള സംവിധാനം കൊണ്ട് മാത്രമേ അവിടുന്ന് മണ്ണ് പൂർണ്ണമായി നീക്കാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. മാത്രമല്ല, മഴയല്ലാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ മോശമല്ലാത്തൊരു കാലാവസ്ഥ അല്ലെങ്കിൽ മണ്ണ് കൂടുതലായിട്ട് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടിയുണ്ട്. 1-2 ദിവസം കൊണ്ട് പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള അത്രത്തോളം മണ്ണ് അവിടേക്ക് അടിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കുന്നുകളുടെ സ്ഥിതിയും അത്യധികം മോശം തന്നെയാണ്. ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു പരിശോധനയിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഇന്ന് നിലവിൽ യെല്ലോ അലേർട്ടാണ്, വെയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മഴ എത്താം എന്നുള്ളത് കൊണ്ട് അതുകൂടി പരിശോധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പൂർണ്ണമായും അവിടെ നിന്ന് മണ്ണ് നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയും. ആരംഭിച്ച നടപടികൾ പൂർത്തിയാക്കാൻ 2-3 ദിവസം വേണ്ടിവരും എന്ന് തന്നെയാണ്. 1-2 എസ്കലേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടേ ഈ മണ്ണ് പൂർണ്ണമായി നീക്കാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, പ്രദേശത്തിന്റെ സുരക്ഷ, അതിലൂടെ പോകുന്നവരുടെ സുരക്ഷ എന്നിവയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങൾ കൂടിയാണ്. 2018 സമാനമായ ഇടത്ത് തന്നെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. അതേ ഇടത്ത് തന്നെ 2025 വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ആ പ്രദേശത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു പാരിസ്ഥിതിക പ്രശ്നം എന്നുള്ളത് എത്രത്തോളമാണ് എന്നുള്ളത് കൂടി എടുത്തു കാണിക്കപ്പെടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം കൂടി പരിഹാരം കണ്ടുകൊണ്ടും മാത്രമല്ല, ഈ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം ഇനി അവിടെ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വിശദമായൊരു പഠനം കൂടി നടത്തണം എന്നുള്ള കാര്യം കൂടി ദേവികുളം സബ് കളക്ടർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്കായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. എന്താണെങ്കിലും കാലാവസ്ഥ അനുയോജ്യമായാൽ മാത്രമേ അവിടെ നിന്ന് മണ്ണ് നീക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ലാൽകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.